നമസ്കാരം. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള മാടായി കോളേജിൽ കോഴ വാങ്ങി 2 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നിയമനം നൽകിയെന്ന ആരോപണം ഉയർന്നതോടെ എം.കെ. രാഘവൻ എംപിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി കണ്ണൂർ DCC. ഇത് സംബന്ധിച്ച് KPCCക്ക് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് കത്ത് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ണൂരിലെത്തിയ KPCC അധ്യക്ഷൻ K. സുധാകരനോട് രാഘവനെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എം.കെ. രാഘവന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ 2 ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കോളേജിൽ നിയമിച്ച വിവാദമാണ് പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറിക്ക് കാരണമായത്. ഇതോടെ KPCC അധ്യക്ഷൻ K. സുധാകരന്റെ വിശ്വസ്തരടങ്ങുന്ന DCC നേതൃത്വവും ശശി തരൂരിനെ അനുകൂലിക്കുന്ന എം.കെ. രാഘവനുമായി പരസ്യപ്പോരിലേക്ക് എത്തി. കഴിഞ്ഞ കുറേ കാലമായി സ്വന്തം നാട്ടിൽ വേരുകളില്ലാത്ത നേതാവാണ് എം.കെ. രാഘവൻ. അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരിൽ വളരെ ചുരുക്കം മാത്രമേ സ്വന്തം നാട്ടിൽ പോലുമുള്ളൂ. എം.കെ. രാഘവൻ നിയമനത്തിനായി ഡിവൈഎഫ്ഐക്കാരിൽ നിന്ന് കോഴ വാങ്ങിയെന്ന ആരോപണമാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നത്. നിയമന കാര്യം പാർട്ടിയെ അറിയിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. നിയമനത്തിനായി കോഴ വാങ്ങിയ ആരോപണം അന്വേഷിക്കണമെന്ന് DCC KPCC അധ്യക്ഷനായ K. സുധാകരന് കത്ത് നൽകിയിട്ടുണ്ട്. മാടായി കോളേജ് ഭരിക്കുന്ന പ്രിയദർശിനി ട്രസ്റ്റിന്റെ ഭാരവാഹിത്വത്തിൽ നിന്നും നീക്കം ചെയ്യണമെന്നാണ് DCCയുടെ ആവശ്യം. എം.കെ. രാഘവനെതിരായ പ്രതിഷേധത്തിന് പിന്നിൽ K. സുധാകരൻ അനുകൂലികളായ DCC നേതൃത്വം പരസ്യമായി രംഗത്ത് വന്നതോടെ പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് എം.കെ. രാഘവൻ. എന്നാൽ ശശി തരൂർ ഗ്രൂപ്പുകാരനായ എം.കെ. രാഘവൻ കണ്ണൂരിൽ പിടിമുറുക്കുന്നത് തടയാനാണ് സുധാകര വിഭാഗത്തിന്റെ നീക്കമെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. മാടായി കോളേജ് നിയമന വിവാദത്തിൽ എം.കെ. രാഘവൻ എംപിക്കെതിരായ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് K. സുധാകരനെ അനുകൂലിക്കുന്ന ജില്ലയിലെ കോൺഗ്രസിന്റെ നീക്കം. ശശി തരൂരും എം.കെ. രാഘവനും നേതൃത്വം നൽകുന്ന ഒരു വിഭാഗം കണ്ണൂരിൽ അടുത്ത കാലത്തായി സ്വാധീനമുറപ്പിക്കാൻ ശ്രമം തുടരുന്നുണ്ട്. മാടായി കോളേജ് വിവാദം ആളിക്കത്തിച്ച് ഇതിന് തടയിടുകയാണ് K. സുധാകര വിഭാഗത്തിന്റെ ലക്ഷ്യം. സുധാകര ഗ്രൂപ്പിലുള്ള DCC ജനറൽ സെക്രട്ടറി രജിത് നാരാത്ത്, DCC എക്സിക്യൂട്ടീവ് അംഗം കാപ്പാടൻ ശശിധരൻ തുടങ്ങിയവരാണ് എം.കെ. രാഘവനെതിരായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. അതേസമയം പൊരുതാനുറച്ചു തന്നെയാണ് എം.കെ. രാഘവന്റെ നീക്കങ്ങളും. പ്രവർത്തകരെ ഇളക്കിവിടുന്നത് ആരാണെന്ന് തനിക്ക് അറിയാമെന്നായിരുന്നു K. സുധാകരനെ ഉന്നം വെച്ചുകൊണ്ടുള്ള എം.കെ. രാഘവന്റെ പ്രതികരണം. വിവാദവുമായി ബന്ധപ്പെട്ട് കോളേജ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എം.കെ. രാഘവന്റെ ബന്ധു ഉൾപ്പെടെ 5 പേരെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇതിനുള്ള നീരസവും എം.കെ. രാഘവൻ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. എം.കെ. രാഘവൻ കോഴ വാങ്ങി പാർട്ടി എതിരാളികളെ കോൺഗ്രസ് നിയന്ത്രിത സ്ഥാപനത്തിൽ നിയമിച്ചുവെന്ന ആരോപണം ഹൈക്കമാൻഡിന്റെ മുൻപിൽ എത്തിക്കാനും ചില കോൺഗ്രസ് നേതാക്കൾ അണിയറ നീക്കം നടത്തുന്നുണ്ട്. ഇതോടെ കണ്ണൂരിൽ കൂടുതൽ പരുങ്ങലിലായിരിക്കുകയാണ് എം.കെ. രാഘവന്റെ സ്ഥിതി. അതിനിടെ മാടായി കോളേജ് നിയമന വിവാദത്തിൽ എം.കെ. രാഘവന്റെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചും നടത്തി. ചൊവ്വാഴ്ച വൈകിട്ട് കുഞ്ഞിമംഗലം ടൗണിൽ നടന്ന പ്രകടനം കുതിരമില്ലിലുള്ള എം.കെ. രാഘവന്റെ വീട്ടിലേക്കായിരുന്നു. എം.കെ. രാഘവന്റെ പ്രതീകാത്മകമായ കോലവും എടുത്താണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 100ഓളം പ്രവർത്തകർ എം.കെ. രാഘവൻ കോൺഗ്രസ് പ്രവർത്തകരെ വഞ്ചിച്ചുവെന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധ പ്രകടനം നടത്തിയത്. കാട്ടുകള്ള എം.കെ. രാഘവ, നിന്നെ ഇനിയും റോഡിൽ തടയും എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ വിളിച്ചു പറഞ്ഞത്. എം.കെ. രാഘവന്റെ വീടിന് മുന്നിലെത്തിയ പ്രകടനം പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ എം.കെ. രാഘവന്റെ കോലം വീടിന് മുൻപിൽ വെച്ച് കത്തിച്ചു. നേരത്തെ എം.കെ. രാഘവനെ തടഞ്ഞ പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്ത നടപടിയും ഡിവൈഎഫ്ഐ പ്രവർത്തകർ കോൺഗ്രസ് നിയന്ത്രിത സൊസൈറ്റി ഭരിക്കുന്ന മാടായി കോളേജിൽ ജോലി കൊടുത്ത നടപടി പിൻവലിക്കുമെന്ന് DCC പ്രസിഡന്റ് വിളിച്ചു ചേർത്ത അനുരഞ്ജന ചർച്ചയിലെ തീരുമാനങ്ങൾ നടപ്പാക്കാതെ വഞ്ചിച്ചുവെന്ന് കുഞ്ഞിമംഗലം ബ്ലോക്ക് ഭാരവാഹികളും പ്രവർത്തകരും ആരോപിച്ചു.